നിങ്ങൾ ഫാന്റാസ്റ്റിക് ഫോർ സിനിമ കണ്ടാലും കണ്ടില്ലെങ്കിലും നിങ്ങൾക്കൊരു കാര്യം അറിയണമെന്നുണ്ടാവും. ആരാണ് ആ കുട്ടി? ഇത്ര വലിയ ഗലാക്ടസ് തന്നെ ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് എർത്തിലേക്ക് വരുന്നത്. അതേപോലെ മിഡ് ക്രെഡിറ്റ് സീനിൽ ആ ഒരു മെയിൻ ക്യാരക്ടറും ആ കുട്ടിക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇതെന്താ സംഭവം? ഇതാരാണ് ഈ കുട്ടി? എനിക്കും അറിയണമെന്നുണ്ടായിരുന്നു ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. MCUവിന്റെ തന്നെ ഭാവി മാറ്റിമറിക്കും എന്നൊക്കെയാണ് ഇന്റർനെറ്റിൽ ഓരോ ആൾക്കാർ പറയുന്നത്. എന്താണ് സംഭവം? തള്ളു മാത്രമാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അവർ പറയുന്നതിൽ കാര്യമുണ്ട്. ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് എന്നാണ് ഈ കുട്ടിയുടെ പേര്. അതായത് നമ്മുടെ റീഡ് റിച്ചാർഡ്സിൻ്റെയും സൂസ് സ്റ്റോമിൻ്റെയും മൂത്ത മകനാണ് ഈ പയ്യൻ. ഒരു ഒമേഗ ലെവൽ മ്യൂട്ടൻ്റ് ആണ്. ഒമേഗ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മെഗ്നീറ്റോക്ക് ഇല്ല, ആ അമ്മാതിരി പവറാണ് പുള്ളിക്ക്. റിയാലിറ്റി മാനിപ്പുലേറ്റിംഗ്, ടെലിപ്പതി, ആസ്ട്രൽ പ്രൊജക്ഷൻ പോലത്തെ അമ്മാതിരി പവേഴ്സ് ഒക്കെയാണ് ഉള്ളത്. ഈ യൂണിവേഴ്സുകളില്ലേ, പോക്കറ്റ് യൂണിവേഴ്സ്, അത് മൊത്തത്തിൽ ഒറ്റയ്ക്ക് ഉണ്ടാക്കാനുള്ള പവർ വരെ ഉണ്ട്. ഇതൊന്നുമല്ല മെയിൻ സംഭവം ഇത് കുട്ടിയുടെ പവർ എന്താ വെച്ച് കഴിഞ്ഞാൽ റെസറക്ഷൻ ആണ്. ഫാന്റാസ്റ്റിക് ഫോർ സിനിമ കണ്ടവർക്കറിയാം, മരിച്ച ഒരാളിനെ ജീവിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. എനിക്ക് തോന്നുന്ന ആ ഒരു കഴിവാണ് ഇനി ഈ കുട്ടിനെ കൊണ്ട് കുറെ ഇവർ ചെയ്യിപ്പിക്കാൻ പോകുന്നതെന്ന്. ഇങ്ങനെ ആകുമ്പോൾ പിന്നെ ആരും മരിക്കില്ലല്ലോ, മരിച്ചാലും തിരിച്ചു കൊണ്ടുവരാലോ. ഈ കോമിക്സിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് വാർസിന്റെ സമയത്ത് മൾട്ടിവേഴ്സ് ഒക്കെ കൊളാപ്സ് ആവുന്നുണ്ട്. അപ്പോൾ അതിനെ റീഷേപ്പ് ചെയ്യാനും അതിനെ ഫുള്ള് റീസ്റ്റോർ ചെയ്യാനൊക്കെ മെയിൻ ആയിട്ട് നിന്നത് ഈ ഫ്രാങ്ക്ലിനാണ്. അതേപോലെ ഓൺസ്ലോട്ട് സാഗ എന്ന് പറഞ്ഞിട്ട് വേറൊരു കോമിക്കിൽ പുള്ളി ഒരു പോക്കറ്റ് യൂണിവേഴ്സ് ഉണ്ടാക്കി പുതിയ അവഞ്ചേഴ്സിനെ പുള്ളി തന്നെ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്. കെവിൻ ഫൈഗി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സീക്രട്ട് വാർസ് കഴിയുമ്പോഴേക്കും ഈ അയൺമാനൊക്കെ പുതിയതായിട്ട് കാസ്റ്റ് ചെയ്യും. അതായത് ഈ ഒരു സംഭവം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരൊക്കെ മിക്കവാറും മരിക്കുമായിരിക്കും. അപ്പം അതും ഇതുമായിട്ട് എന്തൊക്കെയോ ഒരു ബന്ധം കാണുന്നുണ്ട്. അതേപോലെ ഈ കുട്ടി ഫ്രാങ്ക്ലിൻ വേറെ പല സ്റ്റോറി ലൈനിൽ ഒന്നിൽ ഹെറാൾഡ് ടു ദ ഗാലാക്ടസ് ആവുന്നുണ്ട്, പിന്നെ വേറൊന്നിൽ മെഫിസ്റ്റോനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഈ തണ്ടർ ബോൾട്ട് സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഈ ഫാന്റാസ്റ്റിക് ഫോർ വന്നിട്ട് അവിടെ എന്തൊക്കെയോ ഇനി കളികളായിരിക്കും മിക്കവാറും. ഫ്രാങ്ക്ലിനെ കൊണ്ട് പല ആൾക്കാരിനെയും മരിച്ചിട്ട് ജീവിപ്പിക്കാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് കോമിക് ബുക്കൊക്കെ വായിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ? കമൻറ്റ് ചെയ്യൂ.